കോടതിക്ക് പുതിയ ബഹുനില കോടതി സമുച്ചയം ഒരുങ്ങുന്നു. ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. 25 കോടി രൂപ ചെലവിൽ 57,167 ചതുരശ്രയടി വിസ്തീർണത്തിൽ 6 നിലകളിലായി ആധുനിക സൗകര്യത്തോടെയുള്ള കെട്ടിടമാണ് പണിയുന്നത്. നിർമ്മാണം 18 മാസത്തിനകം പൂർത്തിയാക്കും. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. സ്ഥലപരിമിതിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും മൂലം ഏറെക്കാലമായി ബുദ്ധിമുട്ട് നേരിടുന്ന കാസർഗോഡ് കോടതിക്ക് ആശ്വാസമായി പുതിയ ബഹുനില കോടതി സമുച്ചയം ഒരുങ്ങുന്നു. 25 കോടി രൂപ ചെലവിൽ 57,167 ചതുരശ്രയടി വിസ്തീർണത്തിൽ 6 നിലകളിലായി നിർമ്മിക്കുന്ന ആധുനിക സൗകര്യത്തോടെയുള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തി 18 മാസത്തിനകം പൂർത്തിയാക്കും. പ്രൗഢമായ ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ബഹുനില കോടതി സമുച്ചയത്തിന് തറക്കല്ലിട്ടു. ഈ സമയബന്ധിതമായി നമുക്ക് ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ശക്തവും ഭദ്രവുമായ ഒരു നീതിന്യായ സംവിധാനം നിലവിലുണ്ട്. ആ നീതിന്യായ സംവിധാനത്തിലൂടെ നീതി നിർവഹിക്കുന്നതിൽ കോടതികൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. നീതി നിർവഹണം ന്യായാധിപരുടെ മാത്രം കർത്തവ്യമല്ല, മറിച്ച് ന്യായാധിപരും അഭിഭാഷകരും കോടതി ജീവനക്കാരും അഭിഭാഷക ഗുമസ്തന്മാരും ഈ 4 ചാരിയറ്റ്സ് ഒരുമിച്ച് പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ കാലതാമസം കൂടാതെ നീതിക്ക് വേണ്ടി കോടതിയിലെത്തുന്ന ഒരു സാധാരണ ശരാശരി പൗരന് നമുക്ക് നീതി ലഭ്യമാക്കുവാൻ സാധിക്കുന്നത്. ഈയിടെ ജർമ്മനിയിലെ ബെർലിൻ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന ഒരു അന്താരാഷ്ട്ര സംഘടന ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റി നടത്തിയൊരു പഠനത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കെട്ടുറപ്പിനെക്കുറിച്ച്, സുതാര്യതയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ജുഡീഷ്യറിയിലൂടെ നീതി ലഭ്യമാക്കുന്നതിലുള്ള കാലതാമസവും ജഡ്ജിമാരുടെ കുറവും സാങ്കേതിക സങ്കീർണതകളെപ്പറ്റി അപലപിക്കുന്നുമുണ്ട്. പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജി സാനു എസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, NA നെല്ലിക്കുന്ന് MLA തുടങ്ങിയവർ സംസാരിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജഗദീഷ് M പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേണുഗോപാലൻ നായർ P, കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ഗോപാലൻ നായർ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാരായണൻ P, കാസർഗോഡ് അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജയരാമ ഷെട്ടി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ബാർ അസോസിയേഷൻ സെക്രട്ടറി പ്രദീപ് റാവു മേപ്പോട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ K നന്ദിയും പറഞ്ഞു. ബഹുനില കെട്ടിടം വരുന്നതോടെ വിശാലമായ കോടതി മുറികൾ, ആധുനിക ഓഫീസ് സംവിധാനങ്ങൾ, അഭിഭാഷകർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാനാകും. കോടതി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും നീതിന്യായ സംവിധാനത്തിന് കൂടുതൽ ഉണർവ് നൽകാനുമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.